ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓവർ എരിയുള്ളതാണെങ്കിൽ കുറച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് പിന്നെയും ഇതിലേക്ക് മുളകും പച്ചമുളകൊക്കെ ഇടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ്. അടുത്തതായി 1.5 ടീസ്പൂൺ അളവിൽ ഇറച്ചി മസാല ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് കരിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് 1 അല്ലെങ്കിൽ 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞ് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. കുക്കറിലിട്ട് വേറൊന്നും ഇടണ്ട, ഇത് മാത്രം ഇട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇത് ഞാൻ കുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ പഴയ ഒരു അലോയ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കടുക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽ മുളക്, ഇതിൻ്റെ ഒരു പച്ച മണമൊന്ന് മാറിക്കിട്ടണം, ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് സവാള ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനൊന്ന് നന്നായിട്ട് വഴറ്റണം. നമ്മുടെ ഈ ഇറച്ചിയുടെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ എണ്ണയിലിട്ട് എല്ലാറ്റിനെയും ഒന്ന് വഴറ്റിയെടുക്കുക എന്നതാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ഇറച്ചിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ടേസ്റ്റും എല്ലാം കിട്ടുള്ളൂ. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കുക. അതിൽ ഒരു വലിയ പച്ചമുളകിനെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് ഇറച്ചി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക. നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം, അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അതും ചെയ്ത് കൊടുക്കാമേ. എനിക്കിതിൽ ഇറച്ചിയിൽ തന്നെ ആവശ്യത്തിന് നെയ്യൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ പിന്നെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മുടെ എനിക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ ഇറച്ചി മസാല കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് വേവിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ നേരത്തെ ഒന്നും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇറച്ചിക്ക് കറി അല്പം കൂടെ വേണമെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇറച്ചിയുടെ കറി ഒന്ന് കൂട്ടിയെടുക്കുക. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.